എന്നാ പറ്റിയേ? നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പരിപാടിക്കൊന്നും ഇറങ്ങുന്നു. വയ്യെങ്കിൽ എന്തിനാ പണിക്ക് ഇറങ്ങുന്നത്? ചുളിഞ്ഞു കയറിപ്പോ. ചേട്ടാ കുറേ ദിവസമായില്ലേ തൂത്തിട്ട്. ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞല്ലേ. കയറിപ്പോ ഞാൻ ചെയ്തോളാം. പരിപാടിയായിട്ട് പോകൂ. എന്നോട് ഞാൻ എന്നാ പറഞ്ഞ അവിടെ നിന്ന് കയറ്റി വിട്ടെ? ഡോക്ടർ എന്നാ പറഞ്ഞു വിട്ടെ? ഒരാഴ്ച മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു അല്ലേ? ചേട്ടാ ഞാൻ ഗുളിക കഴിച്ച്. ആയിക്കോട്ടെ, ഈ വയ്യാതിരിക്കുന്നിടത്ത് ഈ വല്ല ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാം ഇവിടെ ഓടിയിരിക്കട്ടെ, നമുക്ക് പുറത്തുനിന്ന് വല്ലതും കഴിക്കാം. നീ പോയി റെസ്റ്റ് എടുക്കാം. ഒരു കാര്യം കുഴപ്പമില്ല, നീ റെസ്റ്റ് എടുക്കാം. പോയി റെസ്റ്റ് എടുക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. റെസ്റ്റ് എടുക്കാം. എന്തായാലും നമ്മളെ ഇത്ര അടുത്ത് ഡോക്ടർ ഉള്ളത് നന്നായിട്ടില്ലേ? നമ്മളിപ്പോ എത്ര കണ്ടത് ശരിയാവും. നോക്കാം, കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, കുഴപ്പമില്ല. മുറിക്കാൻ ശ്രദ്ധിച്ച് വരാം. എത്ര നാൾ മരുന്ന്? എനിക്ക് ഒട്ടും വയ്യ. എന്നാ പറ്റി? വെള്ളം വേണോ? അറിയത്തില്ല, ശരീരമൊക്കെ തളരുന്ന പോലെ തോന്നുന്നു. പെട്ടെന്ന് വീട്ടിൽ പോകും. പതുക്കെ വീട്ടിലേക്ക് പോകാം. എന്തായാലും ഇവിടെ അടുത്ത് ഡോക്ടർ ഉള്ളത് നന്നായില്ലേ? വാ നോക്കാം. ഇരിക്കണം, എവിടെയെങ്കിലും ഇരിക്കണം. അപ്പം നമുക്ക് ആ തണലിൽ പറ്റി അങ്ങനെ നോക്കാം. അവിടെ അങ്ങോട്ട് മാറിയിട്ടേ. ഇച്ചിരി വെള്ളം തരുമോ? നമ്മൾ ആ ഹോസ്പിറ്റലിൽ വന്നാണേ. നമ്മുടെ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ വന്നത് വയ്യാത്ത ശ്വാസം മുട്ടലുള്ളതുകൊണ്ടേ. ഒട്ടും വയ്യായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. പതുക്കെ അവിടെ വെള്ളം എന്നെ നിനക്ക് എന്നെ പറ്റിയല്ല. എനിക്ക് വയ്യ ചേട്ടാ. നമ്മളിപ്പോ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി, ഞാൻ മടുത്ത്. നമുക്ക് നോക്കാം, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നോക്കാം. കുറച്ച് ദിവസം കൂടെ മരുന്ന് കഴിക്കാം, എന്നാലും അത് ശരി. ഇനി ഞാൻ ഒരു ഡോക്ടറെ കാണാൻ വരുന്നില്ല. ഞാൻ ഇവിടെ കിടന്ന് ചത്തു പോട്ടെ. എനിക്ക് വയ്യ. നമുക്കൊന്നും കൂടി വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണാൻ പോണേ പോവാം. ഇനി ഞാൻ ഒരു ഡോക്ടറെ കാണാൻ വരുന്നില്ല. നമ്മളിപ്പോ എത്ര ഡോക്ടർമാരെ ആ കൊച്ചു ആദ്യം വെള്ളം കൊണ്ടുവരട്ടെ. വെള്ളം കുടിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യും. ഇത് കൊടുക്കും. എന്തു പറ്റി ചേട്ടാ? അത് എനിക്ക് ശ്വാസം മുട്ടലുള്ള നേരത്തെ പോലെ. നമ്മൾ കുറേ ഡോക്ടർമാരെ കാണിച്ചു. അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഡോക്ടറാണെന്ന് തോന്നുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇതൊന്നും പറ്റുന്നില്ല. ഒന്നും രണ്ടും ഡോക്ടർമാരല്ല ചേച്ചി, ഒരുപാട് ഡോക്ടർമാരെ നമ്മൾ കണ്ട് മടുത്ത്. എനിക്കിനി വയ്യ ഗുളിക കഴിക്കാൻ. ഞാൻ ഒരു ആശുപത്രിയിലും വരുത്തി. ഞാൻ പറഞ്ഞ ഇനി കൊണ്ടുപോകാൻ ആശുപത്രികളില്ല, കാണിക്കാത്ത ഡോക്ടർമാരുമില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുക. എന്തെങ്കിലും ഇനി വേറെ മാർഗം നോക്കണം. എന്താ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുക. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ എന്തോ ചെയ്യും? ഇനി ഒരു ഐഡിയ ഇല്ലാതിരിക്കുക. എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുക. എൻ്റെ സഹോദരനുണ്ടായിരുന്നു, പുള്ളിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. കുറേ ഞങ്ങൾ കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല, ഞങ്ങൾ ചികിത്സിക്കാത്ത പല ഹോസ്പിറ്റലുകളിലായാലും ആയുർവേദമാണെങ്കിലും എല്ലാം ഞങ്ങൾ നോക്കിയതാണ്. പക്ഷേ അവസാനം ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ദൈവമായിട്ടൊരാളെ കാണിച്ചു തന്നു. എനിക്കൊരു പേരമംഗലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ നാഗരാജ ക്ഷേത്രമുണ്ട്. പേരമംഗലം നിങ്ങളൊന്ന് പോയി നോക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ലിങ്ക് അയച്ചു തരാം. ആ ലിങ്കിൽ കയറി നിങ്ങൾ കണ്ടു നോക്കും. എന്തായാലും ഇത്ര ആയില്ലേ, ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കണം. എന്തായാലും ഡോക്ടർമാരെ കണ്ടു, ഇനി നമുക്ക് ദൈവത്തിലും കൂടി ഒന്ന് വിശ്വാസം അർപ്പിക്കാം. അന്ന് ഇവിടെ പേരമംഗലം അല്ലേ പറഞ്ഞത്? അവിടെ നാഗരാജ ക്ഷേത്രം. എന്തായാലും നമുക്ക് അവിടെ നിന്ന് നോക്കാം. എന്തായാലും ഇത്ര ആയില്ലേ, ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം. ചേട്ടാ നിൽക്കാന്ന് കുറച്ച് എന്തായാലും ഇച്ചിരി നേരം 5 മിനിറ്റ് ഇരിക്കും. ഇവിടെ വരെ വന്നതല്ലേ, പിടിച്ചോളെ. പതുക്കെ കയറി. ഹലോ. നമസ്കാരമുണ്ട്. ശ്രീകൃഷ്ണവാസി ചോദിച്ചായിരുന്നു. സുഭാഷ് ചന്ദ്ര ഗുരുനാഥനെ വിളിക്കുന്നു. ഓക്കെ. എപ്പോഴും രോഗം അല്ലേ? അത് നമുക്ക് തടസ്സം മാറ്റുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. ഭൂമി തർക്ക കയ്യിലൊക്കാരൊക്കെ ആയിട്ട്. അതെ. അപ്പോൾ അതിൽ നിന്നൊന്നാണ് പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ആഹ്വാന പൂജയിൽ വരണം. അതിനെന്താ, വിശ്വാസം വരുത്താൻ വേണ്ടി പേരാളത്തപ്പൻ തട്ടം വയ്ക്കാം. പിന്നെ മഹാദേവന് ധാര വരാം. നവനീതന പൂജയ്ക്ക് 21. അത് ചെയ്യുമ്പോൾ കുറേ മാറ്റം വരും. പിന്നെ വന്നോളും. അപ്പോൾ ആഹ്വാന പൂജയ്ക്ക് പൈസ അടച്ച് വരാം കേട്ടോ. ധൈര്യമായിട്ട് വന്നോ, നമുക്ക് മാറ്റി തരാം കേട്ടോ. വരുമ്പോൾ പിന്നെ അതിൻ്റെയോടൊപ്പം എടുത്ത വാസ്തവചാര്യം വന്ന് നോക്കും. പിന്നെ ധർമ്മദേവത പ്രീതി വരുത്തും, പ്രായച്ചിത് പേരിടിക്കും. എല്ലാം ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ ആവും. ഓക്കെ, ശരി, താങ്ക് യു. പൈസ അടച്ച് ബുക്ക് ചെയ്തോളൂ. ശരി.
വിലപിച്ചു നിന്നതും വിധിയെ തടുക്കുവാൻ പറ്റാതെ പോയതും വിധിയെന്നു ചൊല്ലി ഞാൻ വിലപിച്ചു നിന്നതും അറിഞ്ഞിരുന്നില്ല ഞാൻ ഈശ്വര വഴികളെ നേരാം വഴിയാകും ഈശ്വര വഴികളെ അറിഞ്ഞിരുന്നില്ല ഞാൻ ഈശ്വര വഴികളെ നേരാം വഴിയാകും ഈശ്വര വഴികളെ നശിച്ചങ്ങു പോയതും പാരമ്പര്യത്തിൻ പിമ്പേ നടന്നെൻ്റെ മാതാപിതാക്കൾ നശിച്ചങ്ങു പോയതും മരിച്ച മനുഷ്യൻ്റെ പിമ്പേ നടന്നതും വിപ്ലവമെൻ തല തന്നിൽ പിടിച്ചതും മരിച്ച മനുഷ്യൻ്റെ പിമ്പേ നടന്നതും വിപ്ലവമെൻ തല തന്നിൽ പിടിച്ചതും വിധിയെ തടുക്കുവാൻ പറ്റാതെ പോയതും